ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കറി ഉണ്ടാക്കിയാലോ. മീൻ മുളക് ഇട്ടതാണ് കേട്ടോ. നല്ല കുറുകിയ എന്നാൽ നല്ല വറ്റിച്ചെടുത്ത ടൈപ്പ് മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നല്ലൊരു മീൻ കറി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നല്ലൊരു മൺചട്ടിയാണ്. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വയ്ക്ക് ചൂടാക്കാം. ഇവിടെ ഞാനിന്ന് കേര മീൻ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോ താഴെ മീനുണ്ട്. 1/2 കിലോ ഇല്ല, കുറച്ച് ഞാൻ വറക്കാൻ എടുത്തിട്ടുണ്ട്. എപ്പോഴും മൺചട്ടിയിലൊന്നും മീൻ കറി വെക്കുന്ന ആളല്ല കേട്ടോ. ഞാനിങ്ങനെ സ്പെഷ്യലായിട്ട് വെക്കുമ്പോൾ മാത്രമേ ഞാൻ മൺചട്ടി ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ തന്നെയാണ് മീൻ കറി വെക്കാറ്. അതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പം. കഴുകുമ്പോഴായാലും ഈ മൺചട്ടിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലൊക്കെ തന്നെയാണ് വെക്കാറ്. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അടിപൊളിയായിട്ട് നാട്ടിലുള്ളതുകൊണ്ട് ഈ ഒരു വൈബ് കിട്ടാൻ വേണ്ടി നമ്മൾ മൺചട്ടി എടുത്ത്. മൺചട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ കയ്യിൽ കിട്ടുന്ന ഏത് പാത്രം വെച്ചിട്ട് മീൻ കറി ഉണ്ടാക്കുന്ന ഒരാളുണ്ട് കേട്ടോ. എൻ്റെ സിസ്റ്ററാണ്, എൻ്റെ ഇത്ത. അങ്ങനെയാണ് ആൾ. ഏത് പാത്രത്തിലും വേണമെങ്കിൽ അലുമിനിയം പാത്രത്തിൽ വരെ മീൻ കറി വെച്ചളയും. ആ ഒരു ടൈപ്പാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഏത് ചട്ടിയിലാണ് മീൻ കറി വെക്കാറെന്നൊന്ന് പറയൂ കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ നല്ല വിലയാണ്, എന്നാലും നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം നമ്മുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ കുറച്ചൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ, നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ. പക്ഷെ ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇവിടത്തേക്കാളും വെളിച്ചെണ്ണയ്ക്ക് വില കുറവ് ഇപ്പോൾ അവിടെയാണെന്ന് തോന്നുന്നുണ്ട്. അറിയില്ല, എനിക്കങ്ങനെ തോന്നുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ അങ്ങനെ പറയും, ഇപ്രാവശ്യം വെളിച്ചെണ്ണ കൊണ്ടുപോകുക ഒന്നും നടക്കില്ല എന്ന് തോന്നുന്നു. എന്നാലും നോക്കണം, കുറച്ചൊക്കെ കൊണ്ടുപോകണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ചതച്ചിട്ട് ഒന്നും തന്നെ എടുക്കുന്നില്ല കേട്ടോ. എല്ലാം അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു പിടി ചെറിയ ഉള്ളി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഏകദേശം ഒരു 10-15 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക്, കറിവേപ്പില. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അല്പം വലിയ കഷ്ണങ്ങളാക്കി തന്നെ അരിഞ്ഞെടുക്കുക. നീളത്തിലരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വട്ടത്തിലരിഞ്ഞെടുത്തന്നേ ഉള്ളൂ. എല്ലാം ഒരു ചെറിയ പീസുകളാക്കിയിട്ട് വല്ലാണ്ട് കുനുകുനാന്നരിയാതെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിക്കാം. കേര പല സ്റ്റൈലിൽ വെക്കാറുണ്ട് കേട്ടോ. ഇത് മുളകിട്ട സ്റ്റൈലാണ്, അതായത് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. നമ്മൾ മല്ലിപ്പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റൈല് ഞാനിടക്ക് തയ്യാറാക്കാറുള്ളതാണ്. മല്ലിപ്പൊടി ഇട്ടിട്ട് ഞാൻ വേറെ ടൈപ്പ് ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഉള്ളി ഒരുപാട് മൂപ്പിച്ചെടുക്കണ്ട, ഒന്ന് കളർ മാറി വന്നാൽ മതി. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കറിയുടെ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ ഒന്ന് മൂത്ത് ലൈറ്റ് ഗോൾഡൻ ആയാൽ മതി. ഒരുപാട് മൂപ്പിക്കാൻ നിൽക്കരുത്, ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ കളർ മാറി വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. ഇനി നമുക്ക് തീ നല്ല സിമ്മിൽ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് മുളകിട്ട് വെക്കുന്നതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. ഇനി കാശ്മീരി നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് സാധാരണ മുളക് പൊടിയും കൂടി ഇടാം. ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ ഈ ഉലുവ പൊടിച്ചതാണ് നമ്മുടെ ഈ കറിക്ക് തിക്നെസ് കൊടുക്കുന്നത്. നമ്മൾ കറി ഇച്ചിരി കുറുകി വരാനാണ് നമ്മൾ ഈ ഉലുവപ്പൊടി ഇടുന്നത്. അപ്പോൾ ഈ ഉലുവപ്പൊടിയാണ് നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റിൻ്റെ ഒരു ഗുട്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് കറി വയ്ക്കുമ്പോഴായാലും കുറച്ച് ഗ്രേവി ഇത്തിരി തിക്കാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവപ്പൊടി ഇട്ടാൽ മതി. പിന്നെ ഉലുവപ്പൊടി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി കഴിക്കും കേട്ടോ. അതിപ്പോൾ നോൺ വെജ് ഏതിലായാലും കഴിക്കും, അതുകൊണ്ട് അത് സൂക്ഷിച്ചിടുക. പക്ഷേ ഉലുവപ്പൊടി ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നോൺ വെജ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉലുവപ്പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചെറിയ തീയിലേക്ക് തന്നെ നമ്മൾ 2 വലിയ കുടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ആ വെള്ളം ഞാൻ കളഞ്ഞു. വേറെ വെള്ളം ഒഴിച്ചത് നമുക്ക് ആ വെള്ളത്തോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി കറി നല്ല തിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇച്ചിരി കൂടി ഗ്രേവി വേണമെന്നുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ തിളയ്ക്കുമ്പോൾ വെള്ളം കുറച്ചിരുന്നാലും ഇത് ഇരുന്ന് കുറച്ച് വറ്റും. പ്രത്യേകിച്ച് പിറ്റേ ദിവസത്തേക്കൊക്കെയാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ തിളപ്പിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഇരുന്ന് ഇത് വെറ്റിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിറ്റേ ദിവസത്തിനൊക്കെ എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കറിയുടെ കളറ് തന്നെ കണ്ടില്ല, നല്ല അടിപൊളി കളറായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. വെട്ടി തിളച്ചിട്ട് പുളിയൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അതിന് ശേഷം മാത്രം നമ്മൾ മീനിട്ട് കൊടുത്താൽ മതി.
അപ്പോൾ ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. മീൻ നമുക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എല്ലാം ആക്കി കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. ഈ മീൻ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് കുറച്ച് സമയം വേകാൻ സമയം വേണം. ഒരുപാട് സമയമല്ല, നോർമൽ നമ്മുടെ അയില മീൻ അങ്ങനെയൊക്കെ സമയം വേണം ഈ മീനിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് മീൻ വറ്റിച്ചെടുക്കാനാണെങ്കിൽ ഇത്രയും വെള്ളം തന്നെ മതി കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഗ്രേവി വേണ്ടതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഇപ്പോൾ ഇത്രയും വെള്ളം ഇപ്പോൾ ഉണ്ടെങ്കിലും കുറച്ച് നേരം ഇരുന്ന് തിളച്ചൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ വെള്ളമൊക്കെ വലിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5-10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ മീനൊക്കെ നന്നായി വെന്ത് അതിൻ്റെ ഉള്ളിലേക്ക് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് വേണമെങ്കിൽ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇച്ചിരി സമയം കൂടി ഞാനൊന്ന് തുറന്നിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേര മുളകിട്ട മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. എല്ലാവരും മുളകിട്ട കറി ഉണ്ടാക്കുന്നത് ഈ ഒരു സ്റ്റൈലിലല്ല. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം. തീ കുറച്ച് സമയം വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മീൻ കറി ഉള്ളത്. മീൻ കറി ഞാൻ കാണിച്ചു തരാം. നല്ല വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട്, ഞാൻ ലൈറ്റ് ഇടാം കേട്ടോ. കാരണം ഇപ്പോൾ ശരിക്കും കാണുന്നില്ല, കണ്ടില്ലേ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ മീൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു അടിപൊളി മീൻ കറി റെസിപ്പി. ഇതിപ്പോൾ കേരമീനാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. മീൻ കറിയൊക്കെ അറിയാലോ, നമ്മൾ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴായിരിക്കും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നല്ല കപ്പയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉഷാറാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആയാലും കപ്പയുടെ കൂടെ ആയാലൊക്കെ മീൻ മുളകിട്ടതെന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മൺചട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ പുതിയ ചട്ടികളൊന്നും തീരെ വാങ്ങിക്കാറില്ല കേട്ടോ. അത് മയക്കിയെടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പഴയ ചട്ടികളൊക്കെ തന്നെയാണ് ഉപയോഗിക്കാറ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉപയോഗിച്ചിരുന്ന ചട്ടിയാണ് കേട്ടോ. നല്ല ചട്ടിയാണ്, ഇപ്പോഴും ഒരു കേടുപാടും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ചട്ടി കുറച്ച് കാണാൻ ലുക്കില്ലെങ്കിലും പക്ഷേ അടിപൊളി ചട്ടിയാണ് കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞല്ലോ ഒരുപാടൊന്നും മൺചട്ടി ഉപയോഗിക്കുന്ന ആളല്ല. പക്ഷേ ചില സമയത്ത് ഒരു പൂതി തോന്നുമ്പോൾ ഞാൻ വെക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.